മലയാള സിനിമയെ ഒന്നാകെ ഇളക്കിമറിച്ചുകൊണ്ടാണ് ലഹരി വിവാദം പുകയുന്നത്. സിനിമാ മേഖലയിൽ എത്ര പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി എവിടെ നിന്ന് കിട്ടിയെന്നുമാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാള സിനിമയെ ഒന്നാകെ ഇളക്കിമറിച്ചുകൊണ്ടാണ് ലഹരി വിവാദം കത്തിപ്പടരുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞത്. നേരത്തെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയെ തുടർന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. സിനിമാ സെറ്റിൽ വെച്ച് ലഹരിയുടെ സ്വാധീനത്തിൽ മോശമായി പെരുമാറിയെന്നായിരുന്നു ആക്ഷേപം. എന്നാൽ ഇതല്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നടപടിയെടുക്കാൻ കാരണമായത്. ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ താരം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് വിനയായത്. യാതൊരു പ്രകോപനവും കൂടാതെ ഹോട്ടലിൽ നിന്ന് പരിശോധനയ്ക്ക് തൊട്ടുമുമ്പ് ഷൈൻ ഇറങ്ങി ഓടിയത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് ഷൈനെ വിളിപ്പിച്ചത്. ഈ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചതായി സമ്മതിച്ചു. താൻ ലഹരി ഉപയോഗിച്ചതായി ഷൈൻ പോലീസിനോട് സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നത്. ഇതിന് പിന്നാലെ താരത്തെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. വീണ്ടും ഏപ്രിൽ 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഇതിനിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ. ഷൈനിനെ പോലെയുള്ളവർക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണമെന്നും നമ്മൾ ഓരോരുത്തരും ഇത് തടയാനായി മുന്നോട്ടിറങ്ങണമെന്നും അഖിൽ മാരാർ പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവെയായിരുന്നു അഖിൽ മാരാർ വിവാദ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ എത്രയോ അപകടങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ സിനിമാ നടന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ പിന്നാലെ ക്യാമറയും തൂക്കി എല്ലാവരും ഓടാറില്ലേ? അവന്റെ ജീവിതത്തെ വിറ്റ് കാശാക്കണം. കേരളത്തിൽ എത്രയോ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങൾ വലിയ വാർത്തയാകുന്നത്? അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ടാണ്. വാർത്ത എന്ന് പറയുന്നത് സത്യമല്ല. വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കാശ് കിട്ടാൻ ഇതുപോലെ പലരെയും കിട്ടണം. ഇതൊക്കെ എല്ലാ മേഖലയിലുമുണ്ട്. രണ്ടുപേർ കൂടി ചേർന്നാണോ മലയാള സിനിമയിലെ മൊത്തം ലഹരിയും അടിക്കുന്നത്? സിനിമയിൽ എത്ര പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? എനിക്കും അതേ അറിവേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ലഹരി നിയന്ത്രണ വിധേയമായിട്ടുള്ള സ്ഥലമാണ് ആംസ്റ്റർഡാം. ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. അതെനിക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കൂ. ഓരോ മനുഷ്യൻ്റെയും ആവശ്യത്തിനനുസരിച്ചല്ലേ അവിടേക്ക് സാധനങ്ങൾ എത്തുന്നത്. മലയാള സിനിമയിൽ ആർക്കാണോ ലഹരി ആവശ്യം അവരുടെ അടുത്തേക്ക് കച്ചവടക്കാർ വന്നെത്തും. ഈ കച്ചവടക്കാരെയാണ് പിടിക്കേണ്ടത്. ഷൈൻ സമ്മതിച്ചുവെന്ന് പറയുന്നു. പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടി, ആര് കൊടുത്തു എന്നൊക്കെ അറിയണ്ടേ? അതിൻ്റെ സോഴ്സല്ലേ അറിയേണ്ടത്. ഒരു വളർന്നു വരുന്ന മരം നടുവിൽ വെച്ച് മുറിച്ചാൽ വീണ്ടും അത് വളരാൻ തുടങ്ങും. വേരോടെ പിഴുതെങ്കിൽ മാത്രമേ അത് ഇല്ലാതാകൂ. അങ്ങനെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെങ്കിൽ നമ്മൾ അത് തടയണം. അല്ല, ഇനി കണ്ടന്റ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ 5 ദിവസം കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ തന്നെ ഓടും. അതുകൊണ്ട് ഒരു നാടും നന്നാവാൻ പോകുന്നില്ല. നാട് നന്നാവാൻ ഒരു പാരലൽ നിയമ സംവിധാനമുണ്ട്. രക്ഷകർത്താക്കൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനം. അവരാണ് നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുന്നത്. അത്തരം ഒരു സംവിധാനം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നാട് എന്തെങ്കിലുമൊക്കെ ആയതിന്റെ കാരണം. തെറ്റുകൾ ചോദ്യം ചെയ്യുമ്പോൾ സദാചാര പോലീസ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കുറെ പുരോഗമനക്കാർ വന്നു പറയുമ്പോൾ അവർ പിന്നെ ചോദ്യം ചെയ്യില്ല. നെഗറ്റിവിറ്റി മാത്രം കുട്ടികളിൽ എത്തിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ നാട് നശിക്കുന്നുവെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്ത എന്തോ ഒന്ന് നമ്മളിൽ ഉണ്ടായെന്ന് മനസ്സിലാക്കുക. അത് തിരുത്താൻ ശ്രമിക്കുക. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. ഒരു കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റമുണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്നും അഖിൽ മാരാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.